ഹലോ ഫ്രണ്ട്സ്, ദളപതി 69 ടൈമിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും ജനനായകന്റെ കംപ്ലീറ്റ് ഷൂട്ട് കഴിയുന്ന ഡേറ്റുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗോ ടു ദ വീഡിയോ. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കിടിലൻ ഷോസ് പ്രൊഡക്റ്റ് ആയി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ നോക്കിയിട്ട് വരിക. റെട്രോ എന്ന കാർത്തിക് സുബ്രാജ് സൂര്യചിത്രം മെയ് 1 റിലീസാകുകയാണ്. ഈ പടം അനൗൺസ് ചെയ്ത തൊട്ട് ഇത് വിജയ്ക്ക് എഴുതിയ സ്റ്റോറിയാണെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ കാർത്തിക് സുബ്രാജ് തന്നെ അത് വിജയ്ക്ക് എഴുതിയ സ്റ്റോറിയല്ല, രജനിയെ കണ്ടുകൊണ്ട് എഴുതിയ സ്റ്റോറിയാണെന്ന് ഉറപ്പിച്ച് ഒഫീഷ്യലായി തന്നെ പറഞ്ഞു. പക്ഷെ ആ പടം നടക്കാത്തത് കൊണ്ട് പിന്നീട് സൂര്യയായിട്ട് ചെയ്യുന്നു. രജനിക്ക് പറഞ്ഞത് ഫുൾ ആക്ഷൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. സൂര്യക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്നും പറയുന്നുണ്ട്. വിജയ്ക്ക് പറഞ്ഞ സ്റ്റോറി റെട്രോ അല്ല എന്ന് കൺഫേം ആയി. പക്ഷെ ഇവിടെ നടന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് തവണ കാർത്തിക് സുബ്രാജ് പറഞ്ഞ സ്ക്രിപ്റ്റ് വിജയ് റിജക്റ്റ് ചെയ്തു എന്നതാണ്. കാർത്തിക് സുബ്രാജ് ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞതേ വിജയ്ക്കാണ് എന്ന് തോന്നുന്നു. എന്നാൽ ഒരു സ്ക്രിപ്റ്റ് പോലും ഓക്കെ ആക്കിയില്ല. അവസാനം ദളപതി 69 വേണ്ടി ശ്രമിച്ചപ്പോഴും റിജക്റ്റഡ് തന്നെയായിരുന്നു. പിന്നീട് വേറെ സ്ക്രിപ്റ്റ് എടുത്ത് പോയപ്പോൾ എച്ച് വിനോദായിട്ട് പടം കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും ചെയ്യാൻ പറ്റിയില്ല. വിജയുടെ ലാസ്റ്റ് പടമായത് കൊണ്ട് മാത്രമാണ് ഈ കോംബോ നടക്കാത്തത്. അല്ലെങ്കിൽ ദളപതി 70 KS പടമാകുമായിരുന്നു വരുന്നത്. എന്നാലും ലാസ്റ്റ് പടത്തിൽ എച്ച് വിനൊക്കെ തിരഞ്ഞെടുത്തത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാണ്ടാക്കി അവസാന പടം. ഒരുപക്ഷെ KS പടമാണ് ജനനായകനെങ്കിൽ ഇപ്പോൾ വൻ അയിപ്പായനെ. അതുപോലെ പടം നല്ലതാകുമെന്നുള്ളൊരു പ്രതീക്ഷയും നമുക്ക് വന്നേനെ. ഒരു കിടിലൻ ക്യാരക്ടറും കിട്ടും എന്നും 100% ഉറപ്പായിരുന്നു. പക്ഷേ മൂഞ്ചിപ്പോയി എന്ന് തന്നെ പറയാം. എച്ച് വിനൊരു നല്ല ക്യാരക്ടർ തരുമെന്ന് ഉറപ്പില്ല, നല്ല പടം തരുമെന്ന് തീരെ ഉറപ്പില്ല. ഒന്നിനും അയിപ്പില്ലാണ്ടായി. കാർത്തിക് സുബ്രാജിനെ അവസാന പടത്തിൽ റിജക്റ്റ് ചെയ്ത് ഒരു വലിയ ഫോൾട്ടായി തന്നെ എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും നോക്കേണ്ടി വരും. എച്ച് വിനോദ് അല്ലാണ്ടും ഒരുപാട് ഡയറക്ടർമാർ ലിസ്റ്റിലുണ്ടായിരുന്നു. എന്ത് കണ്ടിട്ടാണ് എച്ച് വിനോദിനെ ചൂസ് ചെയ്തതെന്ന് പടം കണ്ടറിയണം. അപ്പോൾ ശരി, ജനനായകൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഫൈനൽ ഡേറ്റിൻ്റെ ഏകദേശം ഇപ്പോൾ ഉറപ്പായി. നെക്സ്റ്റ് മന്ത് ഫുൾ ഷൂട്ട് എന്നത് പൂർത്തിയാകും. അതായത് മെയ് മാസം കൂടെ തീരും. പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ജൂൺ അപ്ഡേറ്റ്സ്, അങ്ങനെ എപ്പോഴും പോലെയുള്ള ഒരു സെയിം പാറ്റേണിലാണ് സിനിമയുടെ അപ്ഡേറ്റ്സും പ്രൊമോഷനൊക്കെ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ ഇടുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.